മലങ്കര കാതലിക് ടി വിയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാറ്റക്കേസിസ് എന്ന പദത്തെക്കുറിച്ചും കാറ്റക്കേസിസ് എന്ന പദം വിശ്വാസ പരിശീലനവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആദിമസഭയിൽ വിശ്വാസ പരിശീലന പദ്ധതിയായ കാറ്റക്യൂമിനേറ്റ് എന്ന സിസ്റ്റത്തെക്കുറിച്ചും 4 തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. 4 തരത്തിലുള്ള വിശ്വാസ രീതിയുണ്ട് നമ്മൾ മനസ്സിലാക്കി. ഡോഗ്മാറ്റിക് ഫെയ്ത്ത്, മിറാക്കുലസ് ഫെയ്ത്ത്, എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്, സാൽവിഫിക് ഫെയ്ത്ത്. ഇന്ന് ഈ എപ്പിസോഡിൽ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് വിശ്വസിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡിൽ വിശ്വാസം പ്രധാനപ്പെട്ടതാണെങ്കിൽ എന്താണ് വിശ്വസിക്കേണ്ടത്, വാട്ട് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ടും ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുക. എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് യേശു തന്നെ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മർക്കോസ് സുവിശേഷകൻ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രഘോഷണമായി സൂചിപ്പിക്കുന്നത് മർക്കോസ് 1:15, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ യേശു തന്നെ കൃത്യമായി പറയുന്നു, നിങ്ങൾ വിശ്വസിക്കേണ്ടത് സുവിശേഷത്തിലാണ്. മർക്കോസ് സുവിശേഷകൻ സുവിശേഷം അവസാനിപ്പിക്കുന്നതും ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. ചുരുക്കത്തിൽ മർക്കോസ് സുവിശേഷകൻ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണം, ആ സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി പ്രഘോഷിക്കണം. ആരെങ്കിലും ഈ സുവിശേഷം വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ അവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ സുവിശേഷമാണ് വിശ്വസിക്കേണ്ടത്. സുവിശേഷമാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ എന്താണ് സുവിശേഷം? നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്താണ് സുവിശേഷം? വാട്ട് ഈസ് ദി ഗോസ്പൽ? നമുക്കറിയാം, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം സദ്വാർത്ത, നല്ല വാർത്ത, ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ്, ഗ്രീക്കിൽ ഏവങ്കേലിയോൻ എന്നീ പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് ഈ ഏവങ്കേലിയോൻ, എന്താണ് ഈ ഗുഡ് ന്യൂസ്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് BC-യിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ഏവങ്കേലിയോൻ എന്ന പദം മറ്റീരിയൽ അഫ്ലുവൻസുമായി ബന്ധപ്പെട്ടും ഭൗതികമായ നന്മകളെ അടിസ്ഥാനപ്പെടുത്തിയുമൊക്കെ ഈ പദം ഉപയോഗിച്ചിരുന്നു. നല്ല വിജയം നേടുക, നല്ല ഭൗതിക നന്മകളൊക്കെ ലഭിക്കുക, അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഈ ഏവങ്കേലിയോൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. വളരെ സെക്കുലറായിട്ടുള്ള ഭൗതിക വളർച്ചയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ, വാർത്തകളെ സുവിശേഷം എന്ന പദം അല്ലെങ്കിൽ ഏവങ്കേലിയോൻ എന്ന പദം ഉപയോഗിച്ചിരുന്നു. എന്നാൽ റോമാ ചക്രവർത്തി തൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നതെല്ലാം ഏവങ്കേലിയോനാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു. റോമാ ചക്രവർത്തി പറയുന്നതെല്ലാം ഏവങ്കേലിയോനല്ല, പക്ഷേ അതൊരു ഫോൾസ് ക്ലെയിം ആയിരുന്നു. എന്നാൽ ഈ ഫോൾസ് ക്ലെയിം മറ്റൊരു വ്യക്തിയിൽ അന്വർത്ഥമായി. യേശുക്രിസ്തു എന്ന വ്യക്തി പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം സദ്വാർത്തയായി. യേശുക്രിസ്തു എന്ന വ്യക്തി തന്നെ സദ്വാർത്തയായി. ചുരുക്കത്തിൽ സുവിശേഷം വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞതും പ്രവർത്തിച്ചതും അതിലുപരി യേശുക്രിസ്തു എന്ന വ്യക്തിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. സത്യത്തിൽ സുവിശേഷത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് ഈ സദ്വാർത്ത എന്ന് നമുക്ക് സത്യത്തിൽ മനസ്സിലാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവാർത്ത എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖവാർത്ത എന്തായിരിക്കാം? ഏറ്റവും വലിയ ദുഃഖവാർത്ത
അത് മറ്റൊന്നുമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണമാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ എത്രമാത്രം നമുക്ക് വേണ്ടപ്പെട്ടതാണോ, നമ്മളുമായി അടുത്തിരിക്കുന്നു, അത്രമാത്രം ആ മരണം നമ്മെ വേദനിപ്പിക്കും, നമ്മളെ തകർക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവാർത്തയെങ്കിൽ ഏറ്റവും വലിയ സദ്വാർത്ത എന്താണ്? ഞാനും എൻ്റെ വേണ്ടപ്പെട്ടവരും എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും ചത്തില്ലാതാകുന്നത് പോലെ ഇല്ലാതാകത്തില്ല. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ലേ ജീവിതം. മരണത്തിനപ്പുറം എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും ഒരു ജീവിതമുണ്ട്. ഞാൻ ഒരിക്കലും മരിക്കുകയില്ല. മരണമാണ് ഏറ്റവും വലിയ ദുഃഖവാർത്തയെങ്കിൽ ഞാനും എൻ്റെ വേണ്ടപ്പെട്ടവരും ഒരിക്കലും മരിക്കുകയില്ല, നിത്യം യേശുവിനോടൊപ്പം ജീവിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സദ്വാർത്ത. സഹോദരങ്ങളെ, മരണമാണ് ഏറ്റവും വലിയ ദുഃഖവാർത്തയെങ്കിൽ ഞാനും നിങ്ങളും മരിക്കുകയില്ല, നിത്യം ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സദ്വാർത്ത. അതാണ് വിശുദ്ധ പൗലോസ് പറയുക, കർത്താവ് ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ട് കർത്താവ് ഉത്ഥാനം ചെയ്തെങ്കിൽ അതേ ഉയർപ്പ് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഏവർക്കും ലഭിക്കും. അതാണ് ഏറ്റവും വലിയ സദ്വാർത്ത. അതുകൊണ്ട് ഏവങ്കേലിയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം സദ്വാർത്ത എന്ന് മാത്രമല്ല, നിത്യാനന്ദം തരുന്ന സദ്വാർത്ത. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നിത്യമായ ആനന്ദം തരുന്ന സദ്വാർത്ത എന്നാണ് ഏവങ്കേലിയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് സുവിശേഷം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. സുവിശേഷത്തെ അല്പം കൂടെ വിശദീകരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആഴമായ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തെ 4 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ചരിത്രമാണ് സുവിശേഷം. രണ്ടാമതായി, ദൈവസ്നേഹത്തിൻ്റെ ചരിത്രമാണ് സുവിശേഷം. മൂന്നാമതായി, ദൈവം മനുഷ്യനെ രക്ഷിച്ചതിൻ്റെ ചരിത്രമാണ് സുവിശേഷം. നാലാമതായി, ദൈവവചനത്തിൻ്റെ ചരിത്രം ആണ് സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഈ 4 തലത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ദൈവ വെളിപാടിൻ്റെ ചരിത്രമാണ് സുവിശേഷം. ദൈവം തന്നെ ക്രമേണ വെളിപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ്. ഈ വെളിപാടിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാക്കി 3 തലങ്ങളും, വെളിപാടിൻ്റെ 3 തലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ദൈവിക വെളിപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സുവിശേഷത്തെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുമതം വെളിപാടിൻ്റെ മതമാണ്. ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുമതം രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റു മതങ്ങൾ അങ്ങനെയല്ല. മറ്റു മതങ്ങൾ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ഫലമായി അവൻ കണ്ടെത്തിയ നിഗമനങ്ങളും അനുമാനങ്ങളും അവൻ്റെ ബോധ്യങ്ങളുമാണ്. എന്നാൽ അവൻ കണ്ടെത്തിയ ദൈവസങ്കല്പം, അവൻ്റെ ബോധ്യങ്ങൾ, അതിൽ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ അംശമുണ്ട്, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ കിരണങ്ങൾ അതിലുണ്ട് എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. കാരണം ആ മതങ്ങളിലൊക്കെ ദൈവിക വെളിപാടിൻ്റെ അംശങ്ങളുണ്ട്, കിരണങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുമതം അങ്ങനെയല്ല. ക്രിസ്തുമതം ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ അദൃശ്യനായും പുതിയ നിയമത്തിൽ ദൃശ്യനായും തന്നെ സ്വയം വെളിപ്പെടുത്തിയ ദൈവമാണ് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് വെളിപാട് എന്നത്, റെവലേഷൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രമാണ് ഈ സുവിശേഷം. ദൈവം തന്നെ വെളിപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ്. പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും ദൈവം തന്നെ വെളിപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ് സുവിശേഷം. ഈ വെളിപാടിനെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വെളിപാടിൻ്റെ ആരംഭം എപ്പോഴായിരിക്കാം? വെളിപാട് തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? നമുക്കൊരു ഗ്രാഫിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം, വെളിപാട് ആരംഭിക്കുന്നത്, അതിൻ്റെ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുക പ്രപഞ്ച സൃഷ്ടിയാണ്. ദൈവം ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അനാദിയിലുള്ള ദൈവം, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ ഉള്ള ദൈവം,
ആദ്യവും അന്തവുമില്ലാത്ത ദൈവം, അനാദിയിലെ ഉള്ള ദൈവം കാലത്തിൻ്റെ പ്രത്യേക സമയത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ മനോഹരമായ പ്രപഞ്ചം, അതിലെ ദുരൂഹതകൾ, അതിലെ രഹസ്യങ്ങൾ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ വലിപ്പം നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കുമൊക്കെ എത്രയോ അതീതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ഒന്നാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം, മറ്റ് ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ ഫേസ് അതാണ്, മനുഷ്യ സൃഷ്ടി. അപ്പോൾ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26-27 ദൈവത്തിൻ്റെ മുഖം നൽകി, ദൈവത്തിൻ്റെ അംശം നൽകി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാതിരുന്ന ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന് മാത്രം ദൈവം നൽകി. ഇതാണ് മനുഷ്യൻ്റെ ഔന്നത്യം. മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ മഹോന്നതനായിരിക്കുന്നത്, ഉന്നതനായിരിക്കുന്നത് ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പർദീസായിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ പാപം ചെയ്തപ്പോൾ ഈ ദൈവത്തിൻ്റെ അംശം അവന് നഷ്ടമായി, ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് നഷ്ടമായി. മറ്റു വാക്കിൽ പ്രസാദവരം നഷ്ടമായി, പരിശുദ്ധാത്മാവ് അവന് നഷ്ടമായി. പരിശുദ്ധാത്മാവ് നഷ്ടമായ മനുഷ്യനെ നോക്കി ദൈവം ഇപ്രകാരം വിലപിക്കുന്നുണ്ട്. ഉൽപ്പത്തി 6:3 എൻ്റെ ആത്മാവ് മനുഷ്യനിൽ വസിക്കുകയില്ല, അവൻ ജഡമാണ്. മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് അബൈഡ് ഇൻ മാൻ ബിക്കോസ് ഹീ ഈസ് ഫ്ലഷ്. പർദീസായിൽ ദൈവത്തിൻ്റെ അംശം നഷ്ടപ്പെട്ട, ദൈവാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ പർദീസായ്ക്ക് പുറത്തേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവം അവനെക്കുറിച്ച് വിലപിക്കുന്നതായിട്ട് നാം കാണുന്നു. പക്ഷേ ദൈവം അവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ല. ആദത്തെയും ഹവ്വായെയും രക്ഷിക്കാനായി ദൈവം പദ്ധതി ഒരുക്കുകയാണ്. ദൈവം ചരിത്രത്തിൽ ഇടപെടുകയാണ്. BC 1800 ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ ഫേസ്. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ഒന്നാമത്തേത് പ്രപഞ്ച സൃഷ്ടി, രണ്ടാമത്തേത് മനുഷ്യ സൃഷ്ടി, മൂന്നാമത്തേത് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിലൂടെ ജനത്തെ ദൈവം രൂപീകരിക്കുകയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിൻ്റെ 12 മക്കൾ. 430 വർഷം അവർ അടിമത്തത്തിൽ കഴിഞ്ഞു. ഈജിപ്തിൽ അവർ അടിമകളായി ജീവിച്ചു. അവർ കേണപേക്ഷിച്ചപ്പോൾ ദൈവം അവരെ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് നയിച്ചു. കനാൻ ദേശത്ത് അവരെത്തിയെങ്കിലും അവർ നിരന്തരം ദൈവത്തോട് മറുതലിച്ചു കൊണ്ടിരുന്നു. ദൈവം അവരെ ശിക്ഷണത്തിന് വിധേയരാക്കി. BC 7-ാം നൂറ്റാണ്ടിൽ അസീറിയൻ പ്രവാസവും BC 5-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ പ്രവാസവും വഴി ദൈവം അവരെ ശിക്ഷണത്തിന് വിധേയരാക്കി. അവർ നിരന്തരം ദൈവത്തോട് മറുതലിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവരെ നിത്യമായി രക്ഷിക്കാൻ പദ്ധതി ഒരുക്കുകയാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 മനുഷ്യനെ പിശാചിൻ്റെ പിടിയിൽ നിന്നും തിന്മയിൽ നിന്നും പർദീസായിലേക്ക് പുനരുദ്ധരിക്കുവാൻ, റെസ്റ്റോർ ചെയ്യുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവപുത്രൻ്റെ ജനനം അടുത്ത ഫേസ് അതാണ്. ദൈവം മനുഷ്യനായി. യോഹന്നാൻ 1:14 ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം മാംസമായി. അങ്ങനെ ദൈവപുത്രൻ്റെ ജനനം രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ഒരടയാളമായി. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മാമോദീസ, യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, യേശുവിൻ്റെ ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി, ഈ സംഭവങ്ങളിലൂടെ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരികെ കൊടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിലൂടെ രക്ഷാകര സംഭവങ്ങൾക്ക് ദൃശ്യമായ ഒരു തുടക്കം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ മാമോദീസായിൽ അല്പം കൂടെ പ്രകടമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പരിശീലനത്തിൻ്റെ അവസാനം
യേശു പാപപരിഹാര ബലി അർപ്പിക്കുകയാണ്. മനുഷ്യവംശത്തിൻ്റെ പാപത്തെ തുടച്ചു മാറ്റാനായി, ഇല്ലാതാക്കാനായി മനുഷ്യവംശത്തിന് മുഴുവൻ പാപവും തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. പഴയ നിയമത്തിൽ പാപപരിഹാര ബലി അർപ്പിക്കുന്നതിന് ഒരു ആടിനെയോ ഒരു കാളക്കുട്ടിയെയോ ദേവാലയത്തിൽ ബലിയായി സമർപ്പിക്കുന്ന വ്യക്തി ഈ ആടിൻ്റെ തലയിൽ കൈവച്ച് പാപമെല്ലാം അതിൻ്റെ മേൽ ആരോപിക്കും. പുരോഹിതൻ ആ ബലി വസ്തുവാകുന്ന ആടിൻ്റെ മേൽ കൈകൾ വെക്കും. എന്നിട്ട് അതിനെ ബലി കഴിക്കും. അതിൻ്റെ രക്തം ബലിപീഠത്തിൻ്റെ മേൽ തളിക്കും. അങ്ങനെയാണ് പാപപരിഹാര ബലി അർപ്പിക്കുക. മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടായി യേശു തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടപ്പോൾ സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യവംശത്തിന് മുഴുവൻ പാപവും യേശു തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. മനുഷ്യവംശം മുഴുവൻ യേശുവിൻ്റെ മേൽ കൈകൾ വയ്ക്കുകയാണ്. പാപമില്ലാതിരുന്നവൻ പാപമായി. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഹി ബിക്കെയിം സിൻ. പാപമില്ലാതിരുന്നവൻ പാപമായി. മനുഷ്യവംശത്തിന് മുഴുവൻ പാപവും തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ബലിക്കുള്ള കുഞ്ഞാടായിട്ട് യേശു തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഭൂമിയുടെ നടുവിൽ നാട്ടിയ കുരിശിൽ, കാൽവരിയിൽ നാട്ടിയ കുരിശിൽ യേശു പാപപരിഹാര ബലിയായി തന്നെ സമർപ്പിച്ചു. പെസഹ തിരുനാളിന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 9-ാം മണിക്കൂറിൽ ജെറുസലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്ന അതേ സമയം കാൽവരിയുടെ നടുവിൽ നാട്ടിയ കുരിശിൽ യേശുവാകുന്ന പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു. അങ്ങനെ ആ രക്തം കുരിശിലൂടെ ഒഴുകി മനുഷ്യവംശത്തിൻ്റെ മേൽ തളിക്കപ്പെട്ടപ്പോൾ മനുഷ്യവംശം എന്നേക്കുമായി രക്ഷിക്കപ്പെടുകയാണ്. ആദിമാതാപിതാക്കൾ എഴുതി കൊടുത്ത ആ കടച്ചീട്ട് നള്ളിഫൈ ചെയ്തു, ഇല്ലാതാക്കി. മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിക്കുന്നതിന് യേശു പാപപരിഹാര ബലി കുരിശിലർപ്പിച്ചു. അതിനുശേഷം യേശു പാതാളത്തിലേക്ക് ഇറങ്ങി. ആദം മുതലുള്ള സകല വിശുദ്ധരെയും അവൻ അവിടെ നിന്ന് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. സ്വർഗാരോഹണത്തിലൂടെ മനുഷ്യവംശത്തെ, പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യവംശത്തെ പിതാവിന് വലതുഭാഗത്തിരുത്തി. അതിനുശേഷം പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. എൻ്റെ ആത്മാവ് ഇനിയും മനുഷ്യനിൽ വസിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഇന്ന് പെന്തിക്കോസ്തിയിൽ ദൈവാത്മാവിനെ അയച്ചുകൊണ്ട് ദൈവം തിരുത്തി എഴുതി എന്നാണ് മലങ്കര സഭയുടെ പെന്തിക്കോസ്തിയുടെ ലുത്തിനിയ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജനനം, പരസീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി, ഈ സംഭവങ്ങളിലൂടെ മനുഷ്യവംശത്തെ റീക്രിയേറ്റ് ചെയ്തു, റീഫാഷൻ ചെയ്തു. എന്നിട്ട് പർദീസായിൽ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരികെ നൽകിക്കൊണ്ട് മനുഷ്യവംശത്തെ എന്നേക്കുമായി യേശു രക്ഷിച്ചു. ഉദ്ധാനം ചെയ്ത കർത്താവ് എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. എന്തു സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത്? പരിസയ്യോത്തിൻ്റെ ആദ്യം യേശു പറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ എന്തു സുവിശേഷമാണ് വിശ്വസിക്കേണ്ടത്? ഏത് സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത്? ഞാൻ ഇതുവരെ പറഞ്ഞതാണ് സുവിശേഷം. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി, അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ മുന്നേറി, യേശുവിൻ്റെ ജനനം, പരിജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തിയിൽ പൂർത്തിയായ ഈ വെളിപാടിൻ്റെ ചരിത്രം, അതാണ് സുവിശേഷം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം, അതാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി പറയേണ്ടത്. അപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രം, യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം, ഇത് നിങ്ങൾ ലോകമെങ്ങും പോയി പറയണം. ഈ ചുമതല അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ചുമതല സഭയെ ഏൽപ്പിച്ചു. ഈ ചുമതല സഭ നിർവഹിക്കേണ്ടത് ലോകാവസാനം വരെയാണ്. ഒറ്റ ദൗത്യമേ അടിസ്ഥാനപരമായി സഭയെ ഏൽപ്പിച്ചുള്ളൂ. ഈ വെളിപാടിൻ്റെ ചരിത്രം, യേശുവിൽ പൂർണ്ണമായി ഈ വെളിപാടിൻ്റെ ചരിത്രം
ലോകാവസാനം വരെ പ്രഘോഷിക്കണം. ഈ ഒറ്റ ദൗത്യമാണ് സഭയ്ക്കുള്ളത്. ഈ ദൗത്യത്തിന് 3 മാനങ്ങളുണ്ട്. അതായത് ഈ സുവിശേഷം നിങ്ങൾ ലോകാവസാനം വരെ പഠിപ്പിക്കണം, ഈ സുവിശേഷം നിങ്ങൾ ലോകാവസാനം വരെ ആഘോഷിക്കണം, അനുസ്മരിക്കണം, ഈ സുവിശേഷം നിങ്ങൾ ലോകാവസാനം വരെ ജീവിക്കണം. യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അത് വിശുദ്ധ ബൈബിളായി. പ്രപഞ്ച സൃഷ്ടി മുതൽ, മനുഷ്യ സൃഷ്ടി മുതൽ, അബ്രഹാമിൻ്റെ വിളി മുതൽ, പഴയ നിയമത്തിലൂടെ മുന്നേറി ഉണ്ടോ, യേശുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയും പെന്തിക്കോസ്ത് വരെയും അതിനുശേഷം സഭയുടെ ജീവിതം ലോകാവസാനം വരെയുള്ള വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി. അപ്പോൾ മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് സുവിശേഷം. മനുഷ്യഭാഷയിൽ എഴുതപ്പെട്ട ലിഖിതമാണ് വിശുദ്ധ ബൈബിൾ. ഈ വെളിപാടിൻ്റെ ചരിത്രം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആഘോഷിച്ചപ്പോൾ അത് ആരാധനക്രമമായി, വിശുദ്ധ കുർബാനയായി. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ അത് ദൈവശാസ്ത്രമായി. ഈ വെളിപാടിൻ്റെ ചരിത്രം അത് ജീവിച്ചപ്പോൾ അത് ആധ്യാത്മികതയായി, അത് വ്യാഖ്യാനിച്ചപ്പോൾ അത് ധാർമ്മികതയായി. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശ്വാസ സത്യമായി ക്രോഡീകരിച്ചപ്പോൾ അത് വിശ്വാസ പ്രമാണമായി, ക്രീഡായി. ചുരുക്കത്തിൽ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച മനുഷ്യസൃഷ്ടിയിൽ മുന്നേറി പഴയ നിയമത്തിലൂടെ തുടർന്ന് യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം, അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. നമുക്കെല്ലാ വിശ്വാസത്തിൻ്റെ തലങ്ങളെയും ഇത് നമുക്ക് കാണാനും വ്യാഖ്യാനിക്കാനും സാധിക്കും. അപ്പം എന്താണ് വിശ്വസിക്കേണ്ടത്? സുവിശേഷമാണ് വിശ്വസിക്കേണ്ടത്. എന്താണ് സുവിശേഷം? യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രമാണ് സുവിശേഷം. നമ്മൾ ഇതുവരെ സുവിശേഷം വിശ്വസിക്കണം എന്ന് പറഞ്ഞതിനെ അല്പം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സുവിശേഷം എന്ന് പറയുന്നത് അത് യേശുവിൽ പൂർണ്ണമായ ദൈവീക വെളിപാടിൻ്റെ ചരിത്രമാണ് നമ്മൾ കണ്ടു. ഈ ദൈവീക വെളിപാടിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണെന്ന് കണ്ടു. വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതല്ല. അതിലുപരി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് ഈ വെളിപാട്. ഇറ്റ് ഈസ് ദ ഷെയറിങ് ഓഫ് ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ വെളിപാട്. അപ്പോൾ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാടിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണ്. രണ്ടാമത്തെ അർത്ഥത്തിൽ നമ്മളതാണ് കണ്ടത്. മൂന്നാമത്തേത് ദൈവിക വെളിപാടിൻ്റെ ചരിത്രം രക്ഷയുടെ ചരിത്രമാണ്. മനുഷ്യവംശത്തെ എന്നേക്കുമായി പർദീസായിലേക്ക് തിരികെ എത്തിച്ച റെസ്റ്റോറേഷൻ്റെ, അല്ലെങ്കിൽ മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിച്ചതിൻ്റെ ചരിത്രമാണ്, രക്ഷയുടെ ചരിത്രമാണ്. നാലാമതായി നമ്മളൊരു കാര്യം കൂടി കണ്ടു. ഇത് ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ്. നമുക്ക് അതുകൂടെ മനസ്സിലാക്കി ഈ എപ്പിസോഡ് പൂർത്തിയാക്കാം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ്. ദൈവവചനം എന്ന് പറയുമ്പോൾ പലരും ദൈവവചനത്തെ വിവിധ രീതിയിലാണ് മനസ്സിലാക്കുക. സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ സ്വരം, അതിന് ഹീബ്രു ഭാഷയിൽ ദബാർ എന്നും ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് എന്നും ഇംഗ്ലീഷിൽ ദി വേർഡ് എന്നും മലയാളത്തിൽ വചനമെന്ന് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് ഈ ദൈവത്തിൻ്റെ വചനം? അതിനെ നമ്മൾ 8 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ ബുദ്ധിയാണ്, ദൈവത്തിൻ്റെ തിരുവുള്ളമാണ് എന്നൊക്കെ നമുക്ക് പറയാം. അനാദിയിലെ പിതാവായ ദൈവത്തിൻ്റെ ചിന്തയാണ്. പിതാവായ ദൈവം ഒന്നുണ്ടോ അന്ന് തന്നെ പിതാവിൻ്റെ ഉള്ളിലുള്ള ചിന്തയാണ്, മനസ്സാണ്, തിരുവുള്ളമാണ്, തിരുമനസ്സാണ്, വാക്കാണ് പിതാവിൻ്റെ വചനം. മറ്റു വാക്കിൽ പറഞ്ഞാൽ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വാക്കാണ്, വചനമാണിത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് അതാണ്. ഒന്നാമത്തേത് അനാദിയിലെ
പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. അത് പിതാവിൻ്റെ ചിന്തയാണ്, മനസ്സാണ്, വാക്കാണ്, തിരുവുള്ളമാണ് നമ്മൾ മനസ്സിലാക്കി. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെ പിതാവായ ദൈവം എന്നുണ്ടോ അന്ന് തന്നെ ദൈവപിതാവിന് ആരംഭവുമില്ല അന്ത്യവുമില്ല, ദൈവത്തിന് ആരംഭവും അന്ത്യവുമില്ല. അപ്പോൾ ആരംഭവും അന്ത്യവുമില്ലാത്ത ദൈവപിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ ചിന്തയും മനസ്സും തിരുവുള്ളവും വാക്കുമൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം. ഒന്നാമത്തെ അർത്ഥം അതാണ്, പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. രണ്ടാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിശക്തിയുള്ളതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഉണ്ടാകട്ടെ എന്ന ആ വാക്കിലൂടെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന സ്വരത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ വാക്കിലൂടെയാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിശക്തി ഉള്ളതാണ് ദൈവത്തിൻ്റെ വാക്ക്. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു അധ്യാപകൻ കുട്ടിയോട് കാര്യം പറഞ്ഞാൽ അനുസരിക്കും, മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ അനുസരിക്കും, അവരുടെ വാക്കിന് ശക്തിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി എന്താണ്? ഇല്ലായ്മയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ ശക്തിയുള്ള, സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി. ഉൽപ്പത്തി 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ യാഥാർത്ഥ്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. മൂന്നാമതായി നമ്മൾ കാണുക, പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ടു. ഹെബ്രായർ 1:1 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച വചനം. 2 സൃഷ്ടിശക്തിയുള്ള വചനം. 3 പഴയ നിയമ കാലഘട്ടങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ വഴി വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ വചനം. പഴയ നിയമത്തിൽ ദൈവത്തെ ആരും കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. ഇസ്രായേലെ കേൾക്കുക, ഷമ്മ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. അപ്പോൾ പൂർവ്വപിതാക്കന്മാർ വഴി ദൈവത്തിൻ്റെ തിരുവുള്ളം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. 4ാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പഴയ നിയമത്തിൽ അദൃശ്യനായിരുന്ന ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ ദൃശ്യമായി കാണപ്പെട്ടു. വചനം മാംസമായി ബേത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ വളർന്നു, യേശു എന്ന പേരിൽ അറിയപ്പെട്ടു. മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം 4ാമത്തെ അർത്ഥതലമാണ്. 5ാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് അപ്പമായി തീർന്ന ദൈവത്തിൻ്റെ വചനം. മനുഷ്യനായി തീർന്ന ഈ ദൈവത്തിൻ്റെ വചനം അപ്പമായി തീർന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ സുവിശേഷം 6 മുഴുവനും, ഞാൻ ജീവൻ്റെ അപ്പമാണെന്നും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്നും ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കയില്ലെന്നും ഇതിൻ്റെ ശരീരവും രക്തവുമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പമായി തീർന്ന വചനത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. വചനം അപ്പമായി തീർന്നു. 6ാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് വാമൊഴിയായി തീർന്ന ദൈവത്തിൻ്റെ വചനം. യേശുവിൻ്റെ മരണശേഷം AD 33 യേശു മരിച്ചതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങൾ എഴുതുന്നത് ഏകദേശം AD 60 ശേഷമാണ്. ഏകദേശം 30 വർഷക്കാലം എഴുതപ്പെട്ട ഒരു ലിഖിതവും പുതിയ നിയമത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ വാമൊഴിയായി യേശു പറഞ്ഞതെല്ലാം അപ്പസ്തോലന്മാർ ഗ്രഹിച്ചു. അത് വാമൊഴിയായി വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. 6ാമത്തെ അർത്ഥതലം അതാണ്. അതിനാണ് വിശുദ്ധ പാരമ്പര്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട വചനം ദൈവജനത്തിൻ്റെ ചിന്തകളിലും മനസ്സിലും
ആധ്യാത്മികതയിലും ആരാധനയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ഈ ദൈവത്തിൻ്റെ വചനം, അതിനെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് സഭ പറയുക. ഏഴാമത്തെ അർത്ഥതലം ലിഖിതമായി തീർന്ന ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ലിഖിതമായി തീർന്നു. അതാണ് വിശുദ്ധ ബൈബിൾ. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ലിഖിതമായി തീർന്ന ദൈവത്തിൻ്റെ വചനം. മാനുഷിക ഭാഷയിൽ ഈ വെളിപാടിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ അത് ബൈബിളായി. പ്രപഞ്ച സൃഷ്ടി മുതൽ, മനുഷ്യ സൃഷ്ടി മുതൽ, അബ്രഹാമിൻ്റെ വിളി മുതൽ പഴയ നിയമ ചരിത്രത്തിലുടനീളം മുന്നേറി യേശുവിൻ്റെ ജനനം, പരിശുദ്ധ മരണ, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തക്കോസ്തി, അതിനുശേഷമുള്ള അപ്പസ്തോലന്മാരുടെ ജീവിതം, സഭയുടെ ജീവിതം, അതെല്ലാം എഴുതപ്പെട്ട ലിഖിതമായി തീർന്നു. ഏഴാമത്തെ അർത്ഥതലമാണ് ദൈവവചനം എഴുതപ്പെട്ടപ്പോൾ എഴുതപ്പെട്ടതായി തീർന്നു. എഴുതപ്പെട്ട ദൈവവചനത്തെയാണ് വിശുദ്ധ ലിഖിതം, വിശുദ്ധ ബൈബിൾ, സേക്രഡ് സ്ക്രിപ്ചർ എന്ന് പറയുക. എഴുതപ്പെടാത്ത വചനത്തെയാണ് സേക്രഡ് ട്രഡീഷൻ എന്ന് പറയുക. എട്ടാമത്തെ അർത്ഥതലം ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന വചനം. ഇന്ന് ഞാൻ നിങ്ങളോട് യൂട്യൂബിലൂടെ സംസാരിക്കുമ്പോൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ സമയത്ത് ഈ വചനം പ്രഘോഷിക്കപ്പെടുന്നു. അപ്പോൾ 8 തലത്തിൽ നമുക്ക് ദൈവവചനത്തെ മനസ്സിലാക്കാം. ഈ വെളിപാടിൻ്റെ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണിത് എന്ന് പറയുമ്പോൾ ഈ ദൈവവചനം ഒരു വ്യക്തിയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മറ്റാരുമല്ല, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രനായ യേശുവുമായി വചനം എന്ന ഈ പദം അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് പിതാവിന് ജനിച്ച വചനം, പ്രപഞ്ച സൃഷ്ടിയോടുകൂടി സൃഷ്ടിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം, പഴയ നിയമകാലങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം, യേശു മിശിഹായിൽ നമുക്ക് ആ വചനം കാണപ്പെട്ടു, ആ വചനം അപ്പമായി തീർന്നു, ആ വചനം വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടു, വിശുദ്ധ പാരമ്പര്യം. ആ വചനം മാനുഷ്യ ഭാഷയിൽ എഴുതപ്പെട്ടു, വിശുദ്ധ ലിഖിതം. ഇന്നും ആ വചനം പ്രഘോഷിക്കപ്പെടുന്ന വചനം. ചുരുക്കത്തിൽ 8 രീതിയിൽ ദൈവവചനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ്. തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയുടെ വെളിപാടിൻ്റെ ചരിത്രം ഈ ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായി മനസ്സിലാക്കാൻ പരിശ്രമിച്ചത്, അപ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം, സുവിശേഷം വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ ചരിത്രമാണ്. അത് പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി ഇസ്രായേലിൻ്റെ ജീവിതത്തിലൂടെ തുടർന്ന് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാടിൻ്റെ ചരിത്രം അത് നിങ്ങൾ ലോകാവസാനം വരെ പ്രഘോഷിക്കണം. ഈ ഉത്തരവാദിത്വം സഭയെ ഏൽപ്പിച്ചു. ഈ വെളിപാടിൻ്റെ ചരിത്രം അത് എഴുതിയപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകാവസാനം വരെയുള്ള വെളിപാടിൻ്റെ ചരിത്രം എഴുതപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതം. അത് ആഘോഷിച്ചപ്പോൾ വിശുദ്ധ കുർബാനയായി. യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. 8 തരത്തിൽ ഈ ദൈവവചനത്തെ നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനം സമം ബൈബിൾ എന്ന് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. വെളിപാടിൻ്റെ ചരിത്രം ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് അനാദിയിലെ പിതാവിന് ജനിച്ച ദൈവപുത്രനായ യേശു മിശിഹായുടെ ചരിത്രം തന്നെയാണ് ദൈവവചനത്തിൻ്റെ ചരിത്രം. വെർബും ദോമിനി, കർത്താവിൻ്റെ വചനം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ആദ്യത്തെ 3 തലങ്ങളെ ഒന്നിച്ചു ചേർത്ത് അനാദിയിലെ പിതാവിന് ജനിച്ച വചനം, സൃഷ്ടിശക്തിയുള്ള വചനം, പൂർവ്വപിതാക്കന്മാർ സംസാരിക്കപ്പെട്ട വചനം, ഈ പഴയ നിയമത്തെ ഒന്നിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നതാണ് ദൈവവചനത്തിനൊരു സ്വരമുണ്ട്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ കേട്ടിട്ടേ ഉള്ളൂ. ദൈവവചനത്തിനൊരു സ്വരമുണ്ട്. പുതിയ നിയമത്തിൽ യേശു മനുഷ്യനായപ്പോൾ അതിനെക്കുറിച്ച് പറയുക, ദൈവവചനത്തിനൊരു മുഖമുണ്ട്. ദൈവവചനം കാണപ്പെട്ടതായി, ദൃശ്യമായി ദൈവവചനത്തിനൊരു മുഖമുണ്ട്. മനുഷ്യനായി തീർന്ന ദൈവവചനം, കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ഈ ദൈവത്തിൻ്റെ വചനം, ആ വചനം ഇന്ന് ജീവിക്കുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ട് പറയും ദൈവവചനത്തിന് ഒരു ഭവനമുണ്ട്. ആ ഭവനമാണ് സഭ. ഈ സഭയ്ക്കുള്ളിലാണ് ദൈവവചനം അപ്പമായി തീർന്നതും വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടതും ലിഖിതമായി എഴുതപ്പെട്ടതും ഈ സഭയ്ക്കുള്ളിലാണ്.
ദൈവവചനത്തിനൊരു ഭവനമുണ്ട്, അത് സഭയാണ്. 4-മതായി ദൈവവചനത്തിനൊരു വഴിയുണ്ട്. ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, വിവിധ രീതിയിൽ പ്രഘോഷിക്കപ്പെടുന്ന നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവവചനത്തിനൊരു വഴിയുണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ചരിത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഈ എപ്പിസോഡിൽ പ്രധാനമായി നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിച്ചത് എന്താണ് വിശ്വസിക്കേണ്ടത്. വാട്ട് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ഫെയ്ത്ത്? സുവിശേഷമാണ് വിശ്വസിക്കേണ്ടത്. എന്താണ് സുവിശേഷം? എന്താണ് ഈ സദ്വാർത്ത? അത് നിത്യാനന്ദം തരുന്ന സദ്വാർത്തയാണ് നമ്മൾ കണ്ടു. സുവിശേഷമാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ സുവിശേഷത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സുവിശേഷം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ചരിത്രമാണ്, ദൈവമനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ചരിത്രമാണ്, ദൈവമനുഷ്യനെ രക്ഷിച്ചതിൻ്റെ ചരിത്രമാണ്, അത് ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ തുടർന്ന് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ചരിത്രം, വെളിപാടിൻ്റെ ചരിത്രം, അത് ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണ് നമ്മൾ കണ്ടു. ദൈവപുത്രനായ യേശുവിൻ്റെ അനാദിയിലെ പിതാവിൽ നിന്നുള്ള ജനനം, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, സൃഷ്ടിശക്തിയുള്ള വചനം, പൂർവ്വപിതാക്കന്മാർ വഴി സംസാരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ വചനം, അപ്പമായി തീർന്ന ദൈവത്തിൻ്റെ വചനം, വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ലിഖിതമായി തീർന്ന ദൈവത്തിൻ്റെ വചനം, പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. എന്താണ് പ്രഘോഷിക്കേണ്ടത്? സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. ആ സുവിശേഷം മറ്റൊന്നുമല്ല, യേശു എന്ന വ്യക്തി പറഞ്ഞതും പ്രവർത്തിച്ചതും ജീവിച്ചതും യേശു എന്ന വ്യക്തിയെ തന്നെയാണ് സുവിശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ആ വെളിപാടിൻ്റെ ചരിത്രത്തെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചത്. ഈ എപ്പിസോഡ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.